നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വന്നത്. അവിടെ 3 മാസമായി ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളെ അതിക്രൂരമായി പീഡിപ്പിച്ചു വരികയായിരുന്നു. 5 പേരെ പിടിച്ചിട്ടുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ കോളേജിലെ ഔദ്യോഗികമായിട്ടുള്ള സംഘടനയുടേതല്ല. അതറിയില്ല, നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയില്ല. കുട്ടികളെ ക്ലാസ്സിലുണ്ട്. ഇന്നലെ രാവിലെ പ്രാക്ടീസിന് പോകുന്നു. ഇപ്പം പോലീസ് അന്വേഷണം വന്നപ്പം നമ്മൾ രാവിലെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ വിളിച്ചു വരുത്തിയേ ഉള്ളൂ. ആരോഗ്യപരമായ ഒരു വിഷയങ്ങളും കുട്ടികളെ റിപ്പോർട്ട് ചെയ്തില്ല. ഇവർക്കെതിരെ സസ്പെൻഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ക്രിമിനൽ നടപടി വരുമ്പോൾ പിന്നെന്താണ് നടപടി സാധാരണഗതിയിൽ എടുക്കുക? ഈ വിദ്യാർത്ഥി നമ്മളോടിപ്പം ഡീറ്റെയിൽഡ് അന്വേഷണത്തിന് കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുന്നുണ്ട്. അതുടൻ തന്നെ നടക്കുന്നതാണ്. അതനുസരിച്ചും കോടതിക്ക് കൈമാറിയ സ്ഥിതിക്ക് അവിടുത്തെ നടപടികളും അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഒന്നും നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തില്ല. സംഭവം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി കോളേജിൽ എന്തെങ്കിലും പ്രത്യേകമായ മാറ്റങ്ങളോ എന്തെങ്കിലും പ്രത്യേക ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സോ ഉടനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? നമ്മൾ നല്ല രീതിയിൽ തന്നെ ആന്റി റാഗിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നിരുന്നു. എന്ന് പറഞ്ഞാൽ 1-ാം വർഷം വരുന്നതിന് മുമ്പ് തന്നെ അവയർനെസ് ക്ലാസ് നടക്കുന്നുണ്ട്. കുട്ടികളുടെ ഓരോ ഇയറിനെ കൊണ്ടും UGC ഗൈഡ് ലൈൻസ് വെച്ച് തന്നെ ഈവൻ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് കൊണ്ടും ആന്റി റാഗിങ്ങിന്റെ അഫിഡാവിറ്റ് എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ എല്ലാം റാഗിങ് പ്രൊഹിബിറ്റഡ് ആണ്, റാഗിങ് ഫ്രീ ഏരിയ എന്നുള്ളത് ക്യാമ്പസിലും ഹോസ്റ്റലുകളിലും എല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. സംവിധാനം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ടായിരുന്നു അത് പരാജയപ്പെട്ടു. അതായത് കുട്ടികൾ പോലും നിങ്ങളോട് പോലും തുറന്ന് പറയാൻ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുള്ള 1-ാം വർഷ വിദ്യാർത്ഥികളുടെ അവസ്ഥ, അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് മറുപടി നൽകുന്നത്. പിടിയിലായ 5 പേരെയും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ 5 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്ന്. 3 മാസമായി ഈ രീതിയിൽ അതിക്രൂരമായ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. നാളെയോ മറ്റന്നാളോ ആശുപത്രിയിലേക്ക് മെന്റർമെന്റ് സിസ്റ്റം ഉണ്ട്. അത് ഫ്രീക്വന്റ് ആയിട്ടുള്ള മന്ത്ലിയാണ് ഇപ്പോൾ നമ്മൾ വിസിറ്റ് മെന്റർമെന്റ് കൗൺസിലിംഗ് നടക്കുന്നത്. ഓരോരുത്തരുടെ വീക്കിലി ആയിക്കൊണ്ടും ഇൻഡെപ്ത് മുമ്പോട്ട് പോയിക്കൊണ്ട് കുട്ടികളെ റാഗിങ്ങിന് ഇരയായത് 6 വിദ്യാർത്ഥികളാണ്. ഗത്യന്തരമില്ലാതെയാണ് പരാതിയുമായി അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് അയക്കുന്ന പണം ഒരു മാസപ്പടി എന്ന നിലയിൽ തന്നെ പിരിച്ചെടുക്കുമായിരുന്നു ഈ സീനിയേഴ്സ്. 3-ാം വർഷത്തിലെ വിദ്യാർത്ഥികൾ 5 പേരുടെ പേരാണ് 5 പേരാണ് പിടിയിലായിട്ടുള്ളത്. അവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അതിക്രൂരമായ പീഡനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനനേന്ദ്രിയത്തിൽ നമ്മൾ എക്സസൈസിനൊക്കെ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടുന്നു, നഗ്നരാക്കി വസ്ത്രം ഉരിഞ്ഞ് നഗ്നരാക്കി നടത്തുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. ഇതിൽ ഇപ്പോൾ ഏറ്റവും വലിയ തെളിവായി ഈ പ്രതികൾക്കെതിരെ വന്നിരിക്കുന്നതും ഈ ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ തെളിവുകൾ, ഈ ദൃശ്യങ്ങളൊക്കെ വീണ്ടെടുത്തിരിക്കുന്നത് പോലീസ്. അങ്ങനെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ സാധിച്ചിട്ടുണ്ട്. പണം പിരിക്കുന്നു, ശാരീരികമായി ഉപദ്രവിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു. അങ്ങനെ വളരെ പൈശാചികമായ പ്രാകൃതമായ സംഭവമാണ് റാഗിംഗ് എന്ന പേരിൽ അവിടെ നടന്നത്. ഇപ്പോൾ അതിക്രൂരമായ റാഗിങ്ങിനാണ് ഇരയായിട്ടുള്ളത്. ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ഒരു പ്രാകൃതമായ ഈ നിലപാട് ഒരു ആധുനിക മനുഷ്യന് ചേരുന്നതല്ല. അതൊരിക്കലും ക്യാമ്പസുകളിലോ കുട്ടികളിലോ ഉണ്ടാകാൻ പാടില്ല. അതിനെതിരെയുള്ള കർശനമായ നിലപാടുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരേണ്ടതാണ്. നടപടിക്രമങ്ങൾ ഇല്ലെങ്കിൽ ഒരുപക്ഷേ ഇതിൽ കൂടുതൽ അപകടം നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിക്കാം.